ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷം, അതായത് കഴിഞ്ഞ വർഷം നടന്ന പുതിയ സിലബസ് പ്രകാരമുള്ള നിങ്ങളുടെ മലയാളം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും വരിക. അതായത് പുതിയ സിലബസ് പ്രകാരമുള്ള കഴിഞ്ഞ ഫസ്റ്റ് എക്സാം ഇതായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നൽകിയിരിക്കുന്ന പ്രവർത്തനം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക. ഇതുപോലൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നൽകിയിട്ട് ഒന്നുകിൽ സ്റ്റോറി ആവാം, അല്ലെങ്കിൽ ഇതുപോലെ ഡയറി ആവാം, എന്തെങ്കിലും ഒന്ന് നൽകിയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രവർത്തനം 1 വായിക്കാം എഴുതാൻ നോക്കാം. ശിഖയുടെ ഡയറി. ശിഖയുടെ ഡയറിയാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1/12/2024 ഞായർ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. തുറന്നിട്ട ജാലകത്തിലൂടെ മഴ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ജനാലയിലേക്ക് പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസം. നേർത്ത നൂലുകൾ പോലെ മഴ താഴേക്ക് വീഴുന്നു. ചെടികൾ മഴത്തുള്ളികളെ തലയാട്ടി വിളിച്ചു. മണ്ണിനെ ഏറെ ഇഷ്ടമായതുകൊണ്ടാവാം പൂവിതളുകളിൽ ചിലർ മഴത്തുള്ളികൾക്കൊപ്പം താഴേക്ക് വന്നു. ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന കിളികൾ ചിറകുകൾ ചേർത്ത് പിടിച്ച് കാഴ്ചക്കാരായി. കുളത്തിലെത്തിയ തുള്ളികൾ കുമിളകളായി, പിന്നെ അലകളായി തങ്ങളുടെ വരവ് കുളത്തിലാകെ അറിയിച്ചു. ഇടയ്ക്കിടെ തെല്ലു ക്ഷമിച്ചും കാറ്റിനൊപ്പം ശക്തിയോടെ തിരിച്ചു വന്നു മഴയുടെ ഒളിച്ചുകളി തുടർന്നു. ഇന്ന് പതിവുള്ള സായാഹ്ന സവാരി പോലും നടന്നില്ല. എന്നാലും പരിഭവമില്ല. മഴ എനിക്ക് ഏറെ ഇഷ്ടം. മഴയില്ലാത്ത അവസ്ഥ ചിന്തിക്കാനേ വയ്യ. ശിഖയുടെ ഡയറി വായിച്ചല്ലോ കൂട്ടുകാരെ. നമ്മൾ എന്ത് ചെയ്യണം? ചൂടെ കുറെ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ശിഖയുടെ ഡയറി വായിച്ചല്ലോ, ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശിഖയെ വിളിച്ചുണർത്തിയത് ആരാണ്? അമ്മ, കിളി, കാറ്റ്, മഴ. ആരാ കൂട്ടുകാരെ? മഴയാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, മഴ. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസം. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പരിഹാസം, ദയ, സന്തോഷം, സങ്കടം. ഇവിടെ നല്ല രസം എന്നുള്ള വേർഡല്ലേ അടിവരയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം ഏതാണ്? അതെ, സന്തോഷമാണല്ലേ. നല്ല രസം എന്ന് പറയുമ്പോൾ സന്തോഷം. ഓക്കെ, ഇതിന് വൈകുന്നേരം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ജാലകം, സായാഹ്നം, അതിഥി, സവാരി. ഇതിലേതാണ് വൈകുന്നേരം എന്ന പദത്തിന് പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്ക്? അതെ, സായാഹ്നമാണല്ലേ. ആൻസർ ഓപ്ഷൻ ബി, സായാഹ്നം. മഴയുടെ ഒളിച്ചുകളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്കുള്ള മഴ, തുടർച്ചയായുള്ള മഴ, മഴ ഇല്ലാത്ത അവസ്ഥ, ശക്തമായ മഴ. അപ്പം മഴയുടെ ഒളിച്ചുകളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇടയ്ക്കിടയ്ക്കുള്ള മഴയെയാണല്ലേ നമ്മൾ പറയുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള മഴ. ഓക്കെ, ഇതിൽ പൂവിതളുകൾ താഴേക്ക് വന്നത് മഴയോടുള്ള ഇഷ്ടം കൊണ്ട്, മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ട്, പൂവിനോടുള്ള ഇഷ്ടം കൊണ്ട്, ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട്. പൂവിതളുകൾ താഴേക്ക് വന്നത് എന്തുകൊണ്ടാണ്? അതെ, മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലേ. ഡയറിയിൽ പറയുന്നില്ലേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി, മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പ്രവർത്തനം 2 കത്തെഴുതാമെന്നുള്ളതാണല്ലേ. ഇത്തവണ ക്രിസ്തുമസിന് ശിഖയുടെ നാട്ടിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുൽക്കൂട് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, ക്രിസ്തുമസ് കരോൾ, ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പരിപാടികൾ കാണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും കൂട്ടുകാരിയായ ഫാത്തിമയെ ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ എന്താണ്? കത്താണ് തയ്യാറാക്കേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു കോർണറിലായിട്ട് നിങ്ങൾ എന്ത് എഴുതണം? ഈ ബോക്സിൽ തന്നെ ഒരു കോർണറിലായിട്ട് സ്ഥലം, തീയതി എഴുതുക. അങ്ങനെ എഴുതുന്ന ആർക്കാണ് കൂട്ടുകാരെ? ഫാത്തിമയ്ക്കല്ലേ. ഓക്കെ, അപ്പം ഫാത്തിമ, പ്രിയപ്പെട്ട ഫാത്തിമയ്ക്ക്. ഇതിനെന്തൊക്കെ എഴുതാം? നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. അച്ഛനും അമ്മയ്ക്കും എല്ലാം സുഖം തന്നെയല്ലേ. ക്രിസ്മസ് ഇങ്ങെത്തിയില്ലേ. ഇത്തവണ എൻ്റെ നാട്ടിലെ സൗഹൃദ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പുൽക്കൂട് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, ക്രിസ്മസ് കരോൾ, ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ രസകരമായ കാഴ്ചകളാണ് കാണാനിരിക്കുന്നത്. എൻ്റെ നാട്ടിലെ പരിപാടികൾ കാണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും നീ നിന്റെ അച്ഛനെയും അമ്മയെയും കൂടെ തീർച്ചയായും വരണം. ഞാൻ നിന്റെ വരവിനായി കാത്തിരിക്കാം എന്ന് സ്നേഹത്തോടെ ശിഖ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇതുപോലെ ഡയറി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചിത്രവായനയാണല്ലേ. ശിഖയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഫാത്തിമ കണ്ടൊരു കാഴ്ചയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ.
ഇനി നോക്കൂ, ചോദ്യം എന്താണ്? ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? അവയുടെ പേരുകൾ എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. വയൽ കാണാനുണ്ട്, പിന്നെ എന്തൊക്കെ നമുക്ക് കാണാനുണ്ട്? കാള, കൊക്ക്, തോട്, കലപ്പയുണ്ട്, കർഷകരുണ്ട്, തെങ്ങുണ്ട്, കിളികൾ, മലകൾ, മേഘം, ആകാശം, പുല്ല്, വടിയുണ്ട്, ട്രാക്ടറുണ്ട്, വെള്ളമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് അല്ലേ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അതൊക്കെ ഈ ബോക്സിൽ എഴുതുക. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇനി നമ്മൾ ഈ കണ്ടെത്തിപ്പോൾ എഴുതിയില്ലേ, അക്ഷരമാലാക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അക്ഷരമാലാക്രമത്തിൽ എഴുതാനൊക്കെ കൂട്ടുകാർക്ക് അറിയാലോ. ഫസ്റ്റ് ഏതായിരിക്കും വരിക? ആകാശം, അത് കഴിഞ്ഞ് കലപ്പ, കർഷകൻ, കാള, കിളികൾ, കൊക്ക്, ട്രാക്ടർ, തെങ്ങ്, തോട്, പുല്ല്, മലകൾ, മേഘം, വയൽ, വടി, വെള്ളം. ഈ ക്രമത്തിലാവില്ലേ അക്ഷരമാലയിലാക്കുമ്പോൾ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിലെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ല് എഴുതൂ എന്നാണല്ലേ. ഒരു ചൊല്ല് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് ചിത്രത്തിലെ ആശയം എന്ന് പറയുന്നത് കൃഷിയാണല്ലേ. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ല് എഴുതിയാൽ മതി. അപ്പം നമുക്ക് ഏത് എഴുതാം? തൊഴുതുണ്ണുന്നതിനേക്കാൾ നല്ലത് ഉഴുതുണ്ണുന്നത്. ഈ ഒരു പഴഞ്ചൊല്ല് എഴുതാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും ചൊല്ലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. തൊഴുതുണ്ണുന്നതിനേക്കാൾ നല്ലത് ഉഴുതുണ്ണുന്നത്. ഓക്കെ, ദെൻ പ്രവർത്തനം 4 വരികൾ കൂട്ടിച്ചേർക്കാം. പാട്ടരങ്ങിൽ അവതരിപ്പിക്കാനായി ശിഖയും ഫാത്തിമയും ചേർന്ന് പൂന്തോട്ടത്തെക്കുറിച്ച് തയ്യാറാക്കിയ പാട്ടിൻ്റെ ആദ്യ ഭാഗമാണ് ഇവിടെ ചൂടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വരികളൊന്ന് നോക്കാം. ചെമ്പട്ടിൽ നിറമേന്തി വിടർന്നൊരു ചെമ്പരത്തി കളിത്തോഴി, പൂന്തേനുണ്ടു പറന്നു വരുന്നു ചന്തമെഴുന്നൊരു പൂമ്പാറ്റ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? മഞ്ഞുപട്ടും ഉടുത്തിട്ടങ്ങനെ മൂളി വരുന്നു തേനീച്ച, ഈണത്തോടെ പാട്ടുകൾ പാടി പാറി വരും കുഞ്ഞിക്കിളികൾ, പൂക്കൾ കണ്ടു ചിരിച്ചു വരുന്നു വെള്ളച്ചിറകാൽ തുമ്പികളും, സൂര്യൻ തന്നെ പൊൻകിരണത്താൽ തിളങ്ങി നിൽക്കും പൂന്തോട്ടം. ഇതുപോലെ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഈ കവിതയ്ക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് കളിയനുഭവ വിവരണമാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ശിഖയും ഫാത്തിമയും ചേർന്ന് ഏറെ നേരം സാറ്റ് കളിച്ചു. വീട്ടിൽ മടങ്ങിയെത്തിയ ഫാത്തിമ അമ്മയോട് കളി വിവരങ്ങൾ രസകരമായി പങ്കുവച്ചു. നിങ്ങളും ഇങ്ങനെ ചെയ്യാറില്ലേ? നിങ്ങളുടെ ഒരു കളി അനുഭവം എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളി അനുഭവം നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഒരു മാതൃക കൊടുക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. സ്കൂൾ വിട്ടു വന്ന ശേഷം ഞാനും എൻ്റെ കൂട്ടുകാരായ അലനും മാളവികയും കൂടി കളിക്കാൻ തീരുമാനിച്ചു. കളിയോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോലീസും കള്ളനും. ഞങ്ങൾ ആദ്യം ടോസ് ഇട്ട് തീരുമാനിച്ചു. അലനും ഞാനും പോലീസായി, മാളവിക കള്ളനായി. ഞങ്ങളുടെ കളിക്കളും അയൽപ്പക്കത്തെ മതിലുകളും ഒളിക്കാൻ പറ്റിയ മരക്കൂട്ടങ്ങളുമുള്ള ചെറിയ മൈതാനമായിരുന്നു. റെഡി സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് മാളവിക ഓടി. ഞങ്ങൾ കണ്ണടച്ച് 20 വരെ എണ്ണി കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർ മാളവികയെ തിരഞ്ഞു ഓടി. അലൻ കിണറിൻ്റെ അടുത്തിൽ മാവിൽ നോക്കി. ഞാൻ പഴയ കാർ പോർച്ചിന് പിന്നിലും എങ്ങും കാണുന്നില്ല. ഞങ്ങൾ പതിയെ നടന്ന് ചുറ്റും ശ്രദ്ധിച്ചു. പെട്ടെന്ന് അലൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു, പഴയ ടാങ്കിൻ്റെ അടുത്തുള്ള പുല്ലനങ്ങുന്നു. ഞങ്ങൾ രഹസ്യമായി അവിടേക്ക് നോണ്ടി ചെന്നു. മാളവിക ഒരു വലിയ പുൽക്കൂട്ടത്തിൻ്റെ മറവിൽ ചെറുതായി കിതച്ചുകൊണ്ട് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരേ സമയം കിട്ടിപ്പോയി എന്ന് ആവർത്തിച്ചു വിളിച്ചു. കൈകൊട്ടി ചിരിച്ചു. മാളവിക തോൽവി സമ്മതിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു. അടുത്ത റൗണ്ടിൽ പോലീസാകാനുള്ള ഊഴം അവൾക്കായിരുന്നു. അങ്ങനെ സന്ധ്യയാവും വരെ ഞങ്ങൾ കളിച്ചു. ഇടയിലെ ചിരി തമാശകൾ കളിയെ മനോഹരമാക്കി. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആളുടെ വിശപ്പാകാം. ആഹാരം അമൂല്യമാണ്, അത് ഇതുപോലെ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും